ആരാണ് പ്രവാസി? സത്യമായ ഒന്നാണ് പ്രവാസി എന്ന് പറയുന്നത്. താൻ ജനിച്ചു വളർന്ന നാട്ടില് ഓരോ വർഷം കിട്ടുന്ന ലീവിന് വന്നു പോകുന്ന ഓരോ പ്രവാസികളുടെയും മനസ്സിലുണ്ടാകുന്ന വേദനയുടെ ആഴം എത്രയാന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള ഒരു ഉപകരണമല്ല അവർ നമുക്ക്. നിങ്ങളെ മറന്നുകൊണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു ആയുസ് മുഴുവൻ ജീവിക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കണ ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത്? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നത്, നിങ്ങളൊരു പ്രവാസിയാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രവാസിന്റെ ആരെങ്കിലുമൊക്കെയാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. എങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ആരാണ് പ്രവാസി? എന്റെ വീഡിയോ ഇപ്പോൾ കാണുന്ന നിങ്ങൾ ഒരു പക്ഷേ ഒരു പ്രവാസിയാവാം, അല്ലെങ്കിൽ ഒരു പ്രവാസിന്റെ ആരെങ്കിലും ഒക്കെ ആവാം. സത്യമായ ഒന്നാണ് പ്രവാസി എന്ന് പറയുന്നത്. തന്റെ ജീവനും ജീവിതവും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ആയുസ് മുഴുവൻ മാറ്റിവെക്കുന്നവരാണ് ഓരോ പ്രവാസികളും. നമ്മളുടെ ഓരോരുത്തരുടെ വീട്ടിലെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു പ്രവാസി ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ട്. എന്നാൽ ഈ ഉള്ളവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർ അനുഭവിക്കുന്ന വേദനകൾ എന്തുമാത്രമാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളൊരു പ്രവാസിന്റെ ഉപ്പയോ വൈഫോ കൂടപ്പിറപ്പുകളോ ഫ്രണ്ട്സോ ആരുമായിക്കോട്ടെ, ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അവരെ പറ്റി ഓർക്കാറുണ്ടോ? ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? സ്വന്തം നാടും വീടും ഉറ്റവരെയും വിട്ട് അവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവനും താൻ സ്നേഹിക്കുന്നവർ ഒരിക്കലും സങ്കടപ്പെടാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. സ്വന്തം നാടും വീടും ഉറ്റവരും ഇവരെയൊക്കെ വിട്ടിട്ട് ഒരു അന്യ സ്ഥലത്ത് വന്ന ഒരു ആയുസ് മുഴുവൻ അവർ കഷ്ടപ്പെടുന്നത് അവർക്ക് അതിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാൽ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ഒരു പ്രവാസി എന്ന് കേൾക്കുമ്പോൾ ചിലവരുടെയെങ്കിലും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സുഖ സൗകര്യങ്ങളോടുകൂടി നല്ല ജോബ് ചെയ്ത് വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നവരെന്നായിരിക്കും. ഒരിക്കലുമല്ല. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലവരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഓരോ പ്രവാസികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമാണെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇവർക്ക് എന്താണ് നമ്മൾ സത്യത്തിൽ തിരിച്ചു കൊടുക്കുന്നത്? അവരെ വിളിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയുന്നതോ? സ്വന്തം നാട്ടിൽ നിൽക്കാനായിട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? താൻ ജനിച്ചു വളർന്ന നാട്ടില് ഓരോ വർഷം കിട്ടുന്ന ലീവിന് വന്നു പോകുന്ന ഓരോ പ്രവാസികളുടെയും മനസ്സിലുണ്ടാവുന്ന വേദനയുടെ ആഴം എത്രയാന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൈ നിറച്ച് സമ്മാനങ്ങളായിട്ടും മക്കൾക്കും കൊച്ചുമക്കൾക്കും അങ്ങനെ വേണ്ട എല്ലാവർക്കുമുള്ള സമ്മാനങ്ങളുമായി അടിപൊളി ഡ്രസ്സിൽ വന്നു പോകുന്ന ഈ ചുരുക്കം പ്രവാസികളെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ഇതിനപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതമുണ്ട്. ഇവർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ കൈ നിറച്ച് കൊണ്ടുവരുന്ന ഈ സമ്മാനങ്ങളുടെ പിന്നില് ഒരായുസ് മൊത്തവും അവർ അനുഭവിച്ച വേദനയുടെ വിശപ്പിന്റെ കഥകൾ ഉണ്ടാവും. അതാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നാട്ടിൽ വന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുഖത്തെ ചിരി കാണാൻ, നിങ്ങളുടെ മുഖത്തെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടി അവർ ആ എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ഓരോ സമ്മാനത്തിന്റെ പിന്നിലും അവർ അത്രയും നാൾ അനുഭവിച്ച വേദനയുടെ അവരുടെ കണ്ണുനീരിന്റെ പൊള്ളലുണ്ടാവും. ആ സമ്മാനം കൈ നീട്ടി നമ്മൾ മേടിക്കുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ഇത്രയും നാൾ അനുഭവിച്ചതിന്റെ പങ്കല്ല അവർ സമ്മാനമായി ഞങ്ങൾക്ക് ഈ തരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ സുഖമാണോ? ചോദിക്കുന്നവരുണ്ട്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. എന്നറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന ഒരുപാട് പേര് ഇന്നും ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള ഒരു ഉപകരണമല്ല അവർ നമുക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അവരെ വിളിക്കുന്ന സമയത്ത് സുഖമാണോ
എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് അവരെ തിരക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന തോന്നൽ മാത്രം മതി അവർക്ക് ജീവിക്കാൻ. എന്നാൽ എത്ര പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്? അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വല്ലതും കഴിച്ചോ, ശാരീരികമായി മാനസികമായി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എത്ര പേർ മനസ്സറിഞ്ഞ് തിരക്കിയിട്ടുണ്ടാവും? എത്ര പേർ അവരുടെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി മാത്രം അവരെ വിളിക്കുന്നവരുണ്ട്? ഒരു ദിവസം 2 ദിവസം 3 ദിവസം ചെയ്യണ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഒരായുസ് മൊത്തം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങളെ സന്തോഷത്തോടു കൂടി നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അവരോട് അതേ ആയുസ് മുഴുവൻ ഇതുപോലെ തന്നെ നിൽക്കണേ, വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ എന്നും പറഞ്ഞ് ജീവിക്കുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്? ഉള്ളവരുമുണ്ട്. 100% അങ്ങനെ ജീവിക്കാത്തവരാരുമില്ല എന്നല്ല ഞാൻ പറയണത്. എന്നാൽ സ്വന്തം കാര്യം നേടാൻ മാത്രമായിട്ട് ഇവരെ യൂസ് ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട്. ഓരോ പ്രവാസികൾ ആകെ കിട്ടുന്ന കുറച്ച് സമയം അവർ ആ നാട്ടിലേക്ക് അവരെ വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നത് അതുമൂലമെങ്കിലും അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. കഷ്ടപ്പാടിന്റെയും വേദനയുടെയും കണ്ണുനീരിന്റെയും എല്ലാം ഒടുവിൽ അവരവരുടെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും എന്നറിയോ? കടങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും. ഇത്ര പൈസ വേണമെന്നായിരിക്കും. അവിടെ കടം കൊടുക്കാനുണ്ട്, അടുത്ത മാസം ഇത്ര പൈസ കൂടുതൽ അയക്കണം, കഴിഞ്ഞ മാസം അയച്ചത് കുറവായിരുന്നു. അങ്ങനെ പൈസകളുടെ കാര്യം മാത്രം പറയുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. 100% എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പൊ ഈ കേൾക്കുന്ന ഇവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് അവർ തരാതിരിക്കുന്നത് ആയിരിക്കില്ല, ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം അവർ ഓരോ മാസവും ഈ പൈസയ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന വേദന ചില്ലറയൊന്നും അല്ല. എത്ര പ്രവാസികൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവും? എത്ര പേര് മര്യാദയ്ക്ക് വെള്ളം കുടിക്കുന്നവരുണ്ടാവും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ 4, 5, 6 നേരം വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഏമ്പക്കവും വിറ്റ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു നേരം പോലും ഫുഡ് കഴിക്കാതെ ആ പൈസ പോലും തൻ്റെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അവർക്ക് നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടല്ല. ഇതെല്ലാം അവർക്ക് വേണ്ട എന്ന് വെച്ച് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടിലേക്ക് ഈ അയക്കുന്ന പൈസയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഒരു നേരം മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാതെ വയർ മുറുക്കി പിടിച്ച് ആ വേദനയും കാര്യങ്ങളും കൊണ്ട് അവർ നേടിയെടുക്കുന്നതാണ് അതിലെ ഓരോരോ പൈസയും. അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചൂടെ? എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നിങ്ങളുടെ കാര്യം എന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു പ്രവാസികളുടെയും വീട്ടുകാർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഉറങ്ങില്ല. ഇങ്ങനെയുള്ളവർ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഇണയായിക്കോട്ടെ ആരുമായിക്കോട്ടെ സ്നേഹത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ തിരക്കി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവരെന്നും പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഒരു ആയുസ് മൊത്തം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, മക്കൾ നല്ല രീതിയിൽ ജീവിക്കാൻ, താൻ അനുഭവിക്കാത്ത എല്ലാ സുഖങ്ങളും തന്റെ ഭാര്യയും മക്കളും ഒക്കെ അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. എന്നാൽ ചില കൂട്ടരുണ്ട്, ഇവരെ വിളിക്കുന്നതേ ഇവരുടെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ആയിരിക്കില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുറ്റങ്ങളും കുറവുകളും മാത്രം പറയാനായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇവർ കഴിച്ചോ എന്നറിയണ്ട, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നറിയണ്ട. ഇവർക്ക് മറ്റുള്ളവരുടെ പരാതികളും പരിഭവങ്ങളും ഇവരുടെ ബുദ്ധിമുട്ടുകളും ആ വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങളും മാത്രം പറഞ്ഞിട്ട് അവർക്ക് പോയാൽ മതി. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർക്കുമുണ്ട് ഒരു മനസ്സ്. ആ മനസ്സിൽ നോവെന്ന് പറയണത് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് മാത്രമല്ല ഈ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമല്ല. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു പക്ഷെ ഇവര് വർക്കിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടാവും. അപ്പൊ പോലും നിങ്ങളുടെ കോൾ എടുത്തിട്ട് നിങ്ങളുടെ ഇതൊക്കെ ഇവര് കേൾക്കുക, തിരിച്ചൊരു പരാതി പോലും പറയാതെ നിങ്ങൾ പറയുന്ന എല്ലാം കേട്ട് അതിന് നിങ്ങൾക്ക് ആശ്വാസം തന്നതിന് ശേഷം ഇവർ ഈ കോള് വെക്കുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പൊള്ളല് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. ഇവരെ ഒരു നോക്ക് കാണാൻ, ഇവരൊന്ന് നാട്ടിലേക്ക് എത്തിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ഒരിക്കലും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ, പക്ഷെ ഇങ്ങനെയുള്ളവരുമുണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളുടെ പിന്നിലും ഇവരുടെ കഷ്ടപ്പാടിന്റെ കണ്ണുനീരിൻ നോവിന്റെ
കാര്യങ്ങളുണ്ട്. അത് അവരറിയിക്കണില്ല നിങ്ങൾ, പക്ഷെ അവരറിയിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ അത് കാണാതെ പോകരുത്. അതുപോലെ തന്നെ എല്ലാ പ്രവാസികളോടും എനിക്ക് പറയാൻ ഒരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കണം. കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതും തെറ്റല്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ മറന്നുകൊണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ഒരിക്കലും നിങ്ങൾ ഒരു ആയുസ് മുഴുവൻ ജീവിക്കാൻ നിൽക്കരുത്. കാരണം ഒരൊറ്റ ജീവിതമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ആ ജീവിതത്തിൽ എല്ലാത്തിന്റെയും ഒടുവിൽ നിങ്ങൾ വന്ന് എത്തി നിൽക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഒരൊറ്റ ചോദ്യത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതെ ആയി പോകും. നിങ്ങളുടെ ജീവനും ജീവിതവും പോലും നിങ്ങൾ മാറ്റിവെച്ചതിൽ അർത്ഥമില്ലാതെ ആയി പോകും. എന്നാൽ ഇതൊന്നും ചോദിക്കാതെ വേണ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇങ്ങനെ ചോദിക്കുന്നവരും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രവാസികളോടും, അവരെ സ്നേഹിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക, പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ആയുസ് മൊത്തം നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എപ്പോൾ ജീവിക്കും? നിങ്ങൾ എപ്പോൾ ലൈഫിലെല്ലാം നേടിയെടുക്കും? നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇതൊന്നും പിന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആരുമില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയാം. എല്ലാത്തിനും ഒടുവിൽ ലാസ്റ്റ് വന്ന് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആരുമില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും ജീവിക്കണം. നാളെ നിങ്ങൾക്കെന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് നിങ്ങൾ സ്വയം കണ്ടെത്തണം. നാളെ നിങ്ങൾ ആ ചെയ്തതിന് കണക്കുകൾ പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്ത നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചത് ആരും കാണില്ല. എന്നാൽ നിങ്ങൾ ചെയ്തു കൊടുക്കാത്ത നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എണ്ണി എണ്ണി പറയാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് ഓരോ പ്രവാസികളോടും ഞാൻ പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അതുപോലെ തന്നെ ഓരോ പ്രവാസികളെയും സ്നേഹിക്കുന്ന കുടുംബത്തിനോട്, അവരോട് എനിക്ക് പറയാനുള്ളത്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. കടങ്ങളുടെയും പൈസയുടെയും കണക്കുകൾ മാത്രം പറയാതെ അവരെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. എങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. അത് സത്യമാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.